ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അത് വെറും വാക്കായിരുന്നില്ല. ഇസബേൽ രാജ്ഞിയുടെ അന്ത്യശാസനത്തിൽ ഏലിയ പ്രവാചകൻ ശരിക്കും ഭയന്നുപോയി. നാളെ ഈ സമയത്ത് നിന്റെ തല നിലത്ത് കിടന്ന് ഉരുളുമെന്നൊക്കെ പോലുള്ള ഭീഷണിക്ക് മുൻപിൽ പതറിപ്പോകാത്തവരായ ആരുണ്ട്? ഏലിയാവ് വേഗത്തിൽ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. കൂടെയുള്ളവരെല്ലാം സുരക്ഷിതമായ സ്ഥാനത്താക്കിയ ശേഷം മരുഭൂമിയിൽ ചെന്ന് അദ്ദേഹം മരണവും കാത്തിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ദൂതൻ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവുമായി അവന്റെ അടുക്കിൽ എത്തിച്ചേർന്നു. ആ ആഹാരത്തിന്റെ ബലത്തിൽ അദ്ദേഹം ഒരു യാത്ര തുടങ്ങി, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക്. വരണ്ട പ്രദേശമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ബൈബിളിലെ ആദ്യ പുസ്തകങ്ങളിൽ ഹോരേബ് സീനായ് മല എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ ദൃശ്യമായ സാന്നിധ്യം മോശയ്ക്ക് ലഭിച്ചത്. പ്രാണൻ രക്ഷിക്കാൻ ഹോരേബിലേക്ക് ഓടിയെത്തിയാൽ മതിയെന്ന് ഏലിയാവിന് ഉറപ്പായിരുന്നു. ലോകത്തിന്റെ ഭീഷണികൾക്ക് തകർക്കാൻ കഴിയാത്ത വലിയൊരു സങ്കേതം ഹോരേബിലെ ദൈവസാന്നിധ്യത്തിലുണ്ടെന്ന് ആ പ്രവാചകൻ തിരിച്ചറിഞ്ഞു. ഒരു അടയുടെ ബലത്താൽ 40 ദിവസത്തെ ഉപവാസം പൂർത്തിയാക്കി ഏലിയാവ് ഹോറേബിലെത്തി. ആ മലയിലെ ഏകാന്തതയിൽ മൃദുലമായ സ്വരത്തിൽ ദൈവം അവനോട് സംസാരിച്ചപ്പോഴാണ് ഏലിയാവിന്റെ ശ്വാസം നേരെ വീണത്. ഭയത്തിന്റെ സ്ഥാനത്ത് വലിയൊരു ദൈവിക സമാധാനം അവിടെ നിറഞ്ഞു. ഏത് വലിയ കൊടുങ്കാറ്റിന് ശേഷവും നമ്മെ കാത്തിരിക്കുന്ന ഒരു ശാന്തതയുണ്ടെന്ന് ഹോറേബ് നമുക്ക് കാണിച്ചു തരുന്നു. 40 ദിവസത്തെ ഉപവാസം എടുക്കുന്നവർ ജീവിതത്തിൽ നിശ്ചയമായും മനസ്സിലാക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ നല്ല പാഠമാണ് ഏലിയാവിൻ്റേത്. ജീവൻ പോലും നഷ്ടമാകുന്ന അവസ്ഥയിൽ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുമ്പോൾ, മുന്നോട്ടുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുമ്പോൾ ആശ്രയിക്കാൻ ഹോരേബ് പോലെ ഒരു ഇടമുണ്ടെന്നത് നാം മറക്കരുത്. ആ ദൈവസാന്നിധ്യത്തിൻ്റെ മലയാണ് ഇന്ന് നമുക്ക് വിശുദ്ധ ദൈവാലയം. മരുഭൂമിയിലെ ചൂളമരത്തിൻ്റെ തണലിനേക്കാൾ സുരക്ഷിതമായ ഇടം ദൈവാലയത്തിൻ്റെ മദ്ബഹയാണെന്ന് നാം ഓർക്കണം. 40 ദിവസത്തെ നോമ്പാചരണം കഴിയുമ്പോൾ ദൈവസാന്നിധ്യമുള്ള മലയായ ദേവാലയത്തിലെ ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞേ മതിയാകൂ. ഇല്ലെങ്കിൽ നമ്മുടെ പ്രയത്നമെല്ലാം പാഴായി പോകും. ശരീരത്തിൻ്റെ വിശപ്പടക്കുന്നതിനേക്കാൾ ഉപരിയായി ആത്മാവിൻ്റെ ദാഹം നീർക്കുന്ന ഹോറേബ് അനുഭവമായി നമ്മുടെ നോമ്പ് മാറണം. മടുപ്പിൻ്റെ മരുഭൂമിയിൽ ഇനിയും ഇരിക്കാതെ ദൈവസാന്നിധ്യമുള്ള ഹോറേബിലേക്ക് നമുക്ക് നടന്നു കയറാം. അവിടുത്തെ സ്പർശമേൽക്കാതെ, അവിടുത്തെ മൃദുസ്വരത്തിന് കാതോർക്കാതെ ഈ നോമ്പ് പൂർത്തിയായാൽ അത് കേവലം അർത്ഥശൂന്യമായി മാറും. നമ്മുടെ പ്രതിസന്ധികളിൽ തളരാതെ ദൈവിക ബലത്തോടെ ഹോറേബിലേക്ക് യാത്ര തുടരാം. അവിടെ ദൈവം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ആ സ്വർഗീയ സ്വരം കേൾക്കാൻ നമ്മുടെ കാതുകൾ തുറക്കപ്പെടട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.